അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിടാനുള്ള ചർച്ചയ്ക്ക് കുറേ പേരെ ഇവിടുന്ന് അയക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അവരുടനെ പോകേണ്ടതായിരുന്നു. പക്ഷേ തൽക്കാലം അവരുടെ പോക്ക് മാറ്റി വച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. കാരണം അത് നല്ലൊരു കാര്യമാണ്. അതാണ് ശരിയായ കാര്യം. ഇത് ട്രംപിനെ ഭയന്ന് ഇവിടെ ഈ നേരെ നമ്മൾ പറഞ്ഞ ഈ കരാറുമൊക്കെ അങ്ങ് സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു, എല്ലാം കൊടുക്കാനിരുന്നതാണ്. അതായത് എത്രയെന്നറിയോ, 7% ഉണ്ടായിരുന്ന അത് നേരെ നമുക്ക് ഇപ്പോൾ 52 നേരെ 50 ആക്കിയായിരുന്നു ആദ്യം. അത് അതായത് അധിക തീരുവ, ചുങ്കം, പിഴച്ചുങ്കം എല്ലാം ഇതെല്ലാം കൂടെ ചേർത്ത് 50% നമുക്കുണ്ടായിരുന്നത്. കയറ്റുമതി മുഴുവൻ തകർന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമേരിക്കൻ സുപ്രീം കോടതി, വളരെ അന്തസ്സുള്ളവരാണ് കേട്ടോ. സുപ്രീം കോടതിക്ക് മുമ്പ് അവിടുത്തെ കോടതി, അമേരിക്കൻ കോടതി ആദ്യം ഈ ട്രംപിന് ഇതിനുള്ള അധികാരമില്ല, ഇങ്ങനെ തോന്നിവാസം പോലെ ഈ ചുങ്കം ഈടാക്കാനും ഇതിനൊന്നും തീരെ ചുമത്താനൊന്നും ഉള്ള അധികാരം ട്രംപിനില്ല, അമേരിക്കൻ പ്രസിഡന്റിനില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുവാദം, മുൻകൂറുള്ള അനുവാദം വാങ്ങിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇയാൾ കോൺഗ്രസിൽ ചോദിച്ചാൽ ഇത് കിട്ടത്തുമില്ല, അവർ കൊടുക്കത്തുമില്ല. അത് അറിയാവുന്നതുകൊണ്ടാണ് ഈ തോന്നിവാസം ഇരുന്ന് അങ്ങ് വിളിച്ചങ്ങ് പറയുമല്ലേ. മറ്റേത് ചെയ്തുകളെയും അയാൾക്ക് ആരെടുത്തെങ്കിലും ഒരു വിരോധം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇരുന്നുകൊണ്ട് നിനക്ക് 60% അയാളങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് അവസാനം ഓരോരുത്തർ ഇത് പ്രശ്നം വരുമെന്ന് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഞാൻ കുറച്ച് കൊടുക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് 50% വെച്ച് അടിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നഷ്ടം വന്നു നമുക്ക് ഇതുവരെ. അപ്പോൾ ഇനി അത് കൂടാതെ അന്നേരം എന്താ, നമ്മൾ വാണിജ്യ കരാറിന് വേണ്ടി, വ്യാപാര കരാറിന് വേണ്ടി അങ്ങ് ചർച്ചയായിരുന്നു. ചർച്ച നടത്തിയപ്പോൾ തീരുമാനമെടുത്തത് വളരെ രസകരമായ കാര്യമാണ്. നമ്മുടെ പിഴച്ചുങ്കം എല്ലാം കൂടെ 18% കുറച്ചു. ഇനി അത് കൂടാതെ അമേരിക്കയിൽ നിന്ന് എവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് നേരത്തെ 17% നമുക്ക് നികുതി ചുമത്താവുന്ന കാര്യമായിരുന്നു, അതിന് 0%. ശരിയായില്ലേ? അപ്പോൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നതിന് 18%, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് 0% ആയിട്ട് മാറ്റി. ആ ഒരു തീരുമാനം എടുത്തു. പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, ആ കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ റെഡിയായിരുന്നതാണ്. അപ്പോഴാണ് അമേരിക്കൻ സുപ്രീം കോടതി, അതായത് ഈ കേസ് വന്നത്. അതായത് ആദ്യം കീഴ്ക്കോടതി വിധിച്ചു ട്രംപിന് ഇതിന് അധികാരമില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞു. ഇത് ക്വാഷ് ചെയ്തു ട്രംപിൻ്റെ ഉത്തരവ്. അപ്പോൾ അതിൻ്റെ മേളിലാണ് അമേരിക്കൻ സുപ്രീം കോടതി പോയത്. ട്രംപാണ് അവിടെ ചെന്ന് സുപ്രീം കോടതി കൊടുക്കാൻ കാര്യം എന്താണെന്നറിയാമോ? വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ജയിക്കുമെന്ന്. കാര്യം അതിൽ 3 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ, റോബർട്ട്സ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ള 3 ജഡ്ജിമാർ റിപ്പബ്ലിക്കൻസാണ്. അവരെ നിയമിച്ചേക്കുന്നത് പോലും യഥാർത്ഥത്തിൽ 2 പേരെ നോമിനേറ്റ് ചെയ്ത് ട്രംപാണ്, ഈ ജഡ്ജിമാർ ഇല്ലേ. ഒരാളെ, ഈ ചീഫ് ജസ്റ്റിസിനെ നോമിനേറ്റ് ചെയ്തത് 2005 ജോർജ് ബുഷാണ്. ഇവരെല്ലാം റിപ്പബ്ലിക്കൻസാണ്, ഈ 3 പേരും. റിപ്പബ്ലിക്കൻസ് മാത്രമല്ല, വളരെ യാഥാസ്ഥികരാണ്, അതായത് ചിന്തിക്കുന്നവരാണ്, ആ രീതിയാണ്. യാഥാസ്ഥികതയിലുള്ള തീരുമാനമെടുക്കുന്ന ഈ ജഡ്ജിമാരാണ് ഈ 3 പേരും. ബാക്കി ഉള്ളവരൊക്കെ വേറെ. അങ്ങനെ ആകെ 9 ജഡ്ജിമാരാണ് ഉള്ളത്. ഈ പറഞ്ഞ 3 ജഡ്ജിമാരുൾപ്പെടെയുള്ള 6 ജഡ്ജിമാർ കീഴ്ക്കോടതി വിധി ശരിയാണെന്ന് പറഞ്ഞു. ട്രംപിന് ഇതിനുള്ള അധികാരമില്ല, ഇങ്ങനെ ഇത് ചുമത്താനേ ഉള്ള ഒരു പകരത്തീരുവ ഇതുപോലുള്ള ഒന്നും ചുമത്താനുള്ള അധികാരമില്ല. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാരം നിയമം എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ച് ട്രംപിന് അത് ഉപയോഗിക്കാൻ പറ്റത്തതല്ല. അതിന് കോൺഗ്രസിൻ്റെ അനുമതി നേരിട്ട് വാങ്ങണം, നേരിട്ട് വാങ്ങാതെ ചെയ്യാൻ പറ്റുന്നില്ല, ഭരണഘടനാ ലംഘനമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇതിനെ ക്വാഷ് ചെയ്തു. അപ്പോഴത്തേക്ക് വിരളി പിടിച്ച് ട്രംപ് എന്തെങ്കിലും ചെയ്യണമല്ലോ. ട്രംപ് വിളിച്ച് പറഞ്ഞു, ഇവർക്ക് ഈ ജഡ്ജിമാർക്ക്, ഈ വിധിച്ച ജഡ്ജിമാരെ, ഈ 6 ജഡ്ജിമാർക്ക് അവിടെ ഇതൊക്കെ പറയാം കേട്ടോ. ഇവിടെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അകത്ത് കിടന്നെ. ഇപ്പം അവിടെ ഇരുന്ന് വിളിച്ച് വിളമ്പുന്ന പരിപാടി ഇതാണ്. അതായത് ഇവർക്ക് രാജ്യസ്നേഹമില്ല, ഈ ജഡ്ജിമാർക്ക്. ഇവർക്ക് ഭരണഘടനയോട്, US ഭരണഘടനയോട് കൂറില്ല. ഇങ്ങനെ ഇല്ലാത്തവന്മാരാണ് ഈ വിവരക്കേട് കാണിച്ചേക്കുന്നത്, ഇതാണെന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പ്രസിഡന്റ് അധികാരമുണ്ട് എന്നുള്ളതാണ് ഇയാളുടെ കാഴ്ചപ്പാട്.
ഇപ്പം കോടതി ഇനി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെന്ന് പറയാൻ പോകുന്നവനെ എന്ത് ചെയ്യാൻ നോക്കും? അത് യു എസിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയാണ് ഈ വിധി പറഞ്ഞേക്കുന്നത്. ആ ജഡ്ജിമാർ തെറി പറയുകയാണ് ഇപ്പോൾ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രസിഡന്റ് അവിടെയും ഇമ്മ്യൂണിറ്റി കാണും, കാണുമായിരിക്കും. ഏതായാലും ഇന്ത്യൻ പ്രസിഡന്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, കാരണം കേസെടുക്കാൻ പറ്റത്തില്ല. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഇമ്മ്യൂണിറ്റി കാണുമായിരിക്കും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് പെർസെ കണ്ടംപ്റ്റാണ്, കോർട്ടലക്ഷ്യമാണ് ഈ നടത്തിയേക്കുന്നത്. അത് ഇനി അതുപോലെ അപ്പോൾ ഇത് ഏതായാലും നമ്മുടെ ഈ പകരം, അതായത് ബാക്കി അന്നേരം എന്താ ചെയ്തേക്കുന്നത്? ആഗോള തീരുവ, ഗ്ലോബൽ തീരുവ ടാക്സ് എന്നും പറഞ്ഞ് ഒരു 10% അങ്ങ് അടിച്ചു എല്ലാ രാജ്യങ്ങൾക്കും. അപ്പോൾ ഇന്ത്യക്ക് 18 കൊടുത്താൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ 10 കൊടുത്താൽ മതി. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഇന്ത്യക്കും ഇനി 10 ഈടാക്കാൻ നോക്കുള്ളൂ. അമേരിക്കൻ കസ്റ്റംസ് ഇപ്പോൾ തന്നെ ഇത് കളക്ട് ചെയ്യുന്നത് നിർത്തി. കാരണം ഇത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ സുപ്രീം കോടതി പ്രസിഡന്റിനെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലായിരിക്കും, പക്ഷേ ഈ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർ ഈ നികുതി ഈടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭരണഘടന വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് അക്ഷരാർത്ഥത്തിൽ കോർട്ടലക്ഷ്യമാവും, അവന്മാരൊക്കെ അകത്താവും. അതുകൊണ്ട് അവർ കളക്ട് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി. അവരൊന്നും കളക്ട് ചെയ്യുന്നില്ല. ഇയാൾക്ക് ഗ്ലോബൽ ടാക്സ് എന്ന് പറഞ്ഞ് 10% അതും ഈടാക്കാനുള്ള അധികാരമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ച് അത് ചെയ്തേക്കുന്നതാണ്. അത് 180 ദിവസത്തേക്കേ പറ്റുള്ളൂ. പിന്നെ അത് ബാക്കി കോൺഗ്രസ് അപ്രൂവ് ചെയ്യണം, എന്നാലേ നീട്ടാക്കുള്ളൂ. ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ 150 ദിവസം സഹിക്കേണ്ടതായിട്ട് വരും. 5 മാസം ഈ 10% സഹിക്കേണ്ടതായിട്ട് വന്നേക്കും എല്ലാ രാജ്യങ്ങൾക്കും. അപ്പോൾ ഈയിടെ ബ്രസീലിൻ്റെ പ്രസിഡൻറ്റും ശ്രീ നരേന്ദ്രമോദിയും കൂടെയുള്ള ആ മീറ്റിങ്ങിൽ ചില തീരുമാനങ്ങളെടുത്തു. ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലുലു പറഞ്ഞ ഒരു കാര്യമുള്ളതെന്ന്, അതായത് നിർബന്ധമായിട്ടും നമ്മൾ ഇതേപോലെ അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതായത് ഈ ചുങ്കം മൂലം അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ബാർഗൈനിങ് നടത്തണം. അവർ ഒറ്റയ്ക്ക് എതിർക്കേണ്ട കാര്യമില്ല, കളക്റ്റീവായിട്ട് കൂട്ടായിട്ട് അത് യൂണിയനൈസ് ചെയ്യണം എന്നാണ് ഹിന്ദു എഴുതിയേക്കുന്നത്. യൂണിയനൈസ് ചെയ്യണം എന്നുള്ളതാണ് ലൂയിസ് ലുലു പറഞ്ഞത്. അത് സത്യത്തിൽ ശരിയായ കാര്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് വേണം ഇത് ചെയ്യാൻ. ഇത് മാത്രം ഏതാണ്ട് 66 അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരാഴ്ചയായുള്ളൂ ഇയാൾ ഒപ്പിട്ടിട്ട്, പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ടത്. ആ 66 അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് പിന്മാറി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിനകത്ത് കരാറുകളുണ്ട്. ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം വരുത്തുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യത്തിന് എല്ലാ രാജ്യങ്ങളിലൂടെ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിന്ന് ഇയാളങ്ങ് പോയി അമേരിക്ക അതിനകത്തില്ല എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഉള്ള ഇതിനകത്ത് അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം വരുത്തത്തക്കോണം മറ്റ് രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇയാൾക്ക് ഇനി അത് ഇടപെടാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലിയ ബന്ധപ്പാട്. അതുപോലെ തന്നെ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു രാജ്യത്ത് പോയി ഇരുന്നുകൊണ്ട് ചെയ്യുന്നല്ല, ഈ ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും അവർക്ക് കമ്മിറ്റ് ചെയ്യാം. അങ്ങനെയുള്ളപ്പോൾ ആ സൈബർ ക്രൈമിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഉള്ള അന്താരാഷ്ട്ര കരാർ അത് ഇന്നും പിന്മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, വിഡ്ഢിത്തരം എന്തുമാത്രമാണ് ചെയ്യുന്നതെന്നുള്ളത്. ഈ അമേരിക്കൻ ജനത എങ്ങോട്ട് പോകുന്നു? അവരനുഭവിക്കണം. കാരണം എന്താണെന്നറിയോ? ഇയാളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നില്ലേ, നിർബന്ധമായിട്ട് അവർ അനുഭവിക്കേണ്ടതാണ്. ഇനി ഇത് മാത്രമല്ല, ഇയാളിങ്ങനെ പിന്മാറി. പിന്നെ വെനിസ്വേല, ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ അതിനെ കയറി കൈയടക്കി അത് കയ്യിലാക്കി അവിടുത്തെ എണ്ണക്കച്ചവടം നടത്തുകയാണ് ഇപ്പോൾ മുതലാളി. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോഴേ ഇയാൾക്ക് യുക്രൈനെ കുറിച്ച് പറയാൻ വല്ല അധികാരമുണ്ടോ? ഇപ്പോൾ റഷ്യ യുക്രൈൻ അങ്ങ് പിടിച്ചടക്കിയെന്നിരിക്കട്ടെ, അത് വിട്ടുകൊടുക്കണമെന്ന് അമേരിക്കയ്ക്ക് ഇനി പറയാൻ പറ്റുമോ? കാരണം വെനിസ്വേല ഇയാൾ ഇതുപോലെ പിടിച്ചടക്കി വെച്ചേക്കാണ്, അവിടുത്തെ പ്രസിഡന്റിനെയും പിടിച്ചകത്തിട്ടിട്ട്. അതേപോലെ തന്നെ ഇനി റഷ്യൻ ഗവൺമെൻറ് ഇതുപോലെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉക്രൈനെ എങ്ങനെ ആര് സംരക്ഷിക്കും? അമേരിക്കയ്ക്ക് വല്ലതും പറയാനുള്ള യോഗ്യതയുണ്ടോ? ആദ്യം വെനിസ്വേലയുടെ കാര്യം പറഞ്ഞിട്ട് പറയത്തില്ലേ? ഇനി ഇത് മാത്രമോ? ചൈന തായ്വാനെ നോക്കിയിരിക്കുകയല്ലേ. ഇപ്പോൾ ചൈന തായ്വാനെ അങ്ങ് എടുത്തു, പിടിച്ചടക്കി. എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇതുപോലുള്ള മണ്ടത്തരങ്ങളാണ് ഇയാൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ. അതായത് ഭ്രാന്തമായ തീരുമാനങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ ഈ ലോകം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്
ഏറ്റവും വലിയ പ്രശ്നം. ഇയാളുടെ ഭ്രാന്ത് ലോകം സഹിക്കേണ്ടി വരികയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. അതായത് വളരെ മാനസിക വിഭ്രാന്തിയായിപ്പോയി സുപ്രീം കോടതി ഇങ്ങനെ ചെയ്തപ്പോൾ. അതിനെ കാണിച്ചു കൂട്ടുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അതെല്ലാം വിഡ്ഢിത്തരങ്ങളാണ്, കുഴപ്പമാണ്. വളരെ അപകടകരമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് മുഴുവൻ.